അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിങ്ങൾക്ക് എന്താണോ നബിയെ വേണ്ടത് ഞാനത് തരാം. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അല്ലാഹു താങ്കൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകും നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇദല്ലാ അർലാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹുവേ, നീ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തൃപ്തിയാകുന്ന കാര്യം വരെ എനിക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് തരാമെന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ എനിക്ക് ഏറ്റവും തൃപ്തിയും സന്തോഷവും നൽകുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. ഇനി ആലോചിക്ക് ചെറുപ്പക്കാരാ, വേണോ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദങ്ങൾ വാട്സപ്പിൽ വേണോ? ആലോചിക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ സംവാദങ്ങൾ നടത്തണോ? സത്യത്തിൽ ഇവർക്ക് നമ്മളെ അറിയോ? അവർ നമ്മളെ കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടാൽ മെയിൻ ചെയ്യോ ഉണ്ടോ? ആലോചിക്കാൻ വേണ്ടി പറയാം. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കരുത്. നിങ്ങൾ കളി കാണുന്നതോ അതിന്റെ സ്കോർ അറിയുന്നതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദം അത് വിഡ്ഢിത്തരമാണ്. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ കൂട്ടരെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം. ഒരു മടിയില്ല വിഷയത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കളി കാണുന്നതോ അല്ലെങ്കിൽ സ്കോർ അറിയുന്നതോ വാർത്ത വായിക്കുന്നതോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ വിഡ്ഢികളെ കുറിച്ചാണ്. കളി കഴിഞ്ഞു, അവർ പൈസ വാങ്ങിപ്പോയി, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ സംവാദം നടത്തിയില്ലാത്ത സമയം കളയുന്നത്. ആ സമയത്ത് ഈ നമ്മെ ഓർത്ത് കരഞ്ഞ ഹബീബിനൊരു സലാത്ത് ചൊല്ലിയാൽ അതായിരിക്കും നാളെ ആഖിറത്തിൽ ഏറ്റവും ഉപകാരം ഉണ്ടാവുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിനോട് പറയാണ്, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. സമുദായം എന്ന് പറഞ്ഞ നബിത്തങ്ങളുടെ കാലം മുതൽ അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നബിത്തങ്ങൾ അല്ലാഹു പറഞ്ഞു, ഞാനത് തരാം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി നേരെ നരകത്തിലേക്ക് ചെന്ന് നരകക്കാരായ ആരെങ്കിലും, എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചു വഉഖ്രിജുഹും മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിനോട് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അതാണ് നമ്മൾ പറഞ്ഞത്, അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. താങ്കൾ ഞങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഞങ്ങൾക്ക് വലുതാണ്. കാരണം നാളെ ഉമ്മമാര് തിരിഞ്ഞു നോക്കാത്ത സമയമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നാളെ മഹ്ശറ വൻസഭയിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ ഓരോന്ന് ചെല്ലുമ്പോ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾക്ക് ഭക്ഷണം നൽകിയ, വസ്ത്രം നൽകിയ ഉപ്പയെ കാണുന്നത്. ഉപ്പാ, എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറ്റൂല, എനിക്ക് എന്റെ കാര്യം നോക്കാനുണ്ട്. ഉപ്പ പറയാൻ, ഏതുപ്പ? ഇന്ന് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ഫോൺ വാങ്ങിച്ചു തന്ന ഉപ്പ. അവിടെ നിന്ന് പറയാൻ, എനിക്ക് പറ്റൂല. പിന്നെയാണ് സ്വന്തം ഉമ്മയെ കാണുന്നത്. ഉമ്മ, ഞാൻ വല്ലാതെ കഷ്ടപ്പാടിലാണുമ്മ, നിങ്ങളൊന്ന് സഹായിക്കുമോ? ഉമ്മ പറഞ്ഞു, എനിക്കും പറ്റൂല മോനെ. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഉമ്മമാര് രാത്രി ഉറങ്ങാറില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മമാര് ഭക്ഷണം കഴിക്കാറില്ല. നിങ്ങളുടെ ഗർഭം ചുമന്നപ്പോഴാണ് ഉമ്മയുടെ സുന്ദരമായ മുഖത്തിന് ചുളിവ് വന്നത്, ഉമ്മയുടെ നടുവിന് വേദന വന്നത്, ഉമ്മയുടെ തല നരച്ചുപോയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടാണ് പാവപ്പെട്ട ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തീർന്ന് ഉമ്മയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയത്. ആ പാവം ഉമ്മ ഇവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഉമ്മ നാളെ മഹ്ശറയിലെത്തുമ്പോൾ പറയുന്നത്, പൊന്നുമോനെ, നിന്നെ രക്ഷിക്കാനുള്ള സമയമല്ല ഇത്. നഫ്സി, എനിക്കെന്റെ കാര്യം നോക്കാനുണ്ട്. ഉപ്പ കൈവടിഞ്ഞു, ഉമ്മ കൈവടിഞ്ഞു, ജ്യേഷ്ഠാനുജന്മാര് കൈവടിഞ്ഞു, മക്കള് കൈവടിഞ്ഞു, എല്ലാവരും കൈവടിഞ്ഞപ്പോ കൈവടിയാത്ത ഒരാളുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാരും കൈവടിയും, ഒരാളും തിരിഞ്ഞു നോക്കൂല.
ഉമ്മ ഉപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ആദം നബിയുടെ അടുത്ത് പോ, ആദം നബിയെ ആദം ഉപ്പാപ്പ ഒന്ന് രക്ഷിക്കുമോ? എനിക്ക് പറ്റൂല. നൂഹ് നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എനിക്ക് പറ്റൂല. ഇബ്രാഹിം നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ ചങ്ങാതിയല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ സുഹൃത്തല്ലേ, മുത്തുനബിയുടെ ഉപ്പാപ്പയല്ലേ, ഒന്ന് രക്ഷപ്പെടുത്തുമോ? മൂസാ നബിയെ ഈസാ നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈമലർത്തി നമ്മളെ തിരിച്ചേക്കുമ്പോ ആ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ ഹബീബ് സുജൂദ് കിടക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ? ആർക്ക് വേണ്ടിയാണ് ആ സുജൂദിൽ കിടക്കുന്നത്? നബി തങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നബി തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നബി തങ്ങൾ ഇന്ന് സ്വർഗത്തിലാണ്. ആർക്ക് വേണ്ടി? നമ്മൾക്ക് വേണ്ടി. തിരിച്ചറിഞ്ഞുകൂടെ ഈ സ്നേഹം? വൺ വേ ആയിക്കൂടല്ലോ. ആ സ്നേഹം വൺ വേ ആണ്. ഇങ്ങോട്ടേ സ്നേഹിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് നമ്മൾ സ്നേഹിക്കുന്നില്ല. إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. നിങ്ങൾ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വലിന്റെ 12ന്റെ രാത്രികളിൽ തോരണങ്ങൾ വെക്കുന്നുണ്ടല്ലോ, അത് കാപട്യത്തിന്റെ നുണയുടെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അല്പം പോലും യാഥാർത്ഥ്യമില്ല. ഉണ്ടെങ്കിൽ രാത്രി മുഴുവനും തോരണങ്ങൾ ഉണ്ടാക്കി ഡെക്കറേഷൻ വെച്ച് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ എങ്ങനെ പറ്റും ഒരു ചെറുപ്പക്കാരന്? നീ നിന്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ആ റബീഉൽ അവ്വലിന്റെ 12ൽ നിന്റെ ഫാൻസിന്റെ വലുപ്പം എങ്ങനെയാണ് നിര്യാണിക്ക് താഴെ പോകുന്നത്? എനിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, നിര്യാണിക്ക് മുകളിലാണ് മോഡൽ എന്ന് അറിയാഞ്ഞിട്ടല്ല ഞാൻ ചോദിക്കാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഫാൻസിന്റെ വലിപ്പം നിര്യാണിക്ക് താഴെ എത്തുന്നത്? ചോദിക്കട്ടെ, ക്രോപ്പ് ചെയ്ത് നടക്കുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ഹെയർ സ്റ്റൈല്. ആരെ കണ്ടിട്ടാണിത് ചെയ്തത്? ആരാണിത് തുടക്കം കുറിച്ചത്? ആരാണ് ഈ മോഡൽ നിനക്ക് പഠിപ്പിച്ചു തന്നത്? നിന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇവിടെ മാത്രം ക്രോപ്പ് ചെയ്ത് പൂവൻകോഴിയെ പോലെ നിന്റെ മുൻഭാഗത്ത് മാത്രം മുടി വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, നീ നിന്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പച്ച നുണയാണ്, കല്ല് വെച്ച നുണയാണെന്ന് പറയാൻ ഞാൻ ഇവിടെ സന്നദ്ധത കാണിക്കുകയാണ്. നിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമല്ല, അത് കാപട്യത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അത് കള്ളമാണ്, അത് നുണയാണ്, അത് വിശ്വസിക്കാൻ പറ്റൂല. നിനക്ക് നിന്റെ ഹബീബിനോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ആക്കൂല. നിനക്ക് സ്നേഹം ആരാ? ക്രിസ്ത്യാനോ? ആരാ ഹെയർ സ്റ്റൈൽ ഉള്ളത്? ആരാ കളിക്കാരോ? അവരെ പോലെ അവർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത്. നിന്റെ ജീവിതം ഓൺലി നീ ചെലവഴിച്ച് നിന്റെ ഈ കളിക്കാർക്കും സിനിമക്കാർക്കും വേണ്ടിയിട്ട്. താടി എല്ലാ ചെറുപ്പക്കാർക്കും ഇന്ന് താടിയാണ്. ഉസ്താദുമാർ എത്ര കഷ്ടപ്പെട്ടിട്ടാ വേദ പറഞ്ഞ പണ്ടൊക്കെ, താടി പഠിക്കരുതേ, താടി പഠിക്കരുതേ. ചെറുപ്പക്കാർക്കൊക്കെ ഇന്ന് താടിയാണ്. നബിത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? ആണെന്ന് പറയാൻ പറ്റുമോ? ആ താടി നബിത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ നിമിഷങ്ങൾ, ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് കൂലിയാണ്. ആ താടി അല്ലാതെ മറ്റുള്ള ആളുകളെ കണ്ടിട്ട് വെച്ചതാണെങ്കിൽ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. ഒരു പക്ഷേ കുറ്റമായിരിക്കും അതുകൊണ്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് ആ ചുട്ടുപൊഴുത്ത ആ ചെമ്പിന്റെ ഭൂമിയിൽ സുജൂദിൽ കിടക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? അല്ലാഹു പറയാണ്, നബിയെ തല ഉയർത്തണം. അല്ലാഹുവിന്റെ ഹബീബ് തല ഉയർത്തുമ്പോൾ പറയുന്നൊരു ഡിമാൻഡ് ഉണ്ട്. അല്ലാഹുവേ, ഞാൻ തല ഉയർത്തണമെങ്കിൽ എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. അല്ലാഹു സമ്മതിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഞാനങ്ങനെ അല്ലാഹുവിന്റെ സമ്മതത്തോടെ നരകത്തിൽ പോയി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പരിശുദ്ധ ഖുർആൻ ഓടി വന്ന് തടയും, നബിയെ ഇയാളെ കൊണ്ടുപോവാൻ പാടില്ല. ആലോചിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഞാൻ എന്റെ സമുദായത്തിലെ അവസാന അംഗത്തെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ പോകുമ്പോ അവിടേക്ക് പരിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ട് തടയും. നബിയെ, ഞാൻ അനുവദിക്കൂല. ചില ആളുകളെ ഖുർആൻ തടയും, ഞാൻ അനുവദിക്കൂല. എന്തേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ സമയം കണ്ടെത്തിയിട്ടില്ല, ഖുർആനിനെ ആദരിച്ചിട്ടില്ല, ഖുർആനെ ബഹുമാനിച്ചിട്ടില്ല. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് 27-ാം തീയതി നമ്മൾക്ക് വളരെ വിശാലമായി സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ഓൺലൈൻ നൽകുന്ന നമ്മുടെ ഫിദ ഖദർ സാഹിബ്
അപ്പൊ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നബിത്തങ്ങൾ പോകുമ്പോൾ നബിത്തങ്ങളെ പോലും ഖുർആൻ തടഞ്ഞു വെക്കുന്നതാണ്. ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബേ ഇവരെ നരകത്തിൽ നിന്ന് വിട്ടുതരൂല എന്ന് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരാരാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ ബഹുമാനിക്കാത്തവർ, ഓതേണ്ടതുപോലെ ഓതാത്തവർ, പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തവർ. എന്തേ പഠിക്കാത്തത്? എന്റെ ഖുർആൻ പഠിക്കാത്തത്? ഇംഗ്ലീഷ് അറിയുന്നില്ലേ? ഹിന്ദി അറിയുന്നില്ല? കാസർഗോട്ടുകാർക്കൊക്കെ ഹിന്ദി അറിയാം. എന്താ അറബി പഠിക്കാത്തത്? ഇംഗ്ലീഷ് അറിയാലോ, എന്തേ അറബി പഠിക്കാത്തത്? ഞാൻ പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ല എന്ന എക്സ്ക്യൂസ് സ്വീകാര്യമല്ല. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാരണമല്ല. കാരണം പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. അറബി എങ്ങനെ പഠിക്കാം? യൂട്യൂബിൽ ചെന്ന്, നെറ്റിൽ ചെന്ന്, ഇന്റർനെറ്റ് സൗകര്യം. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രത്യേകമായി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. എന്താ അറബി പഠിക്കാൻ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്തത്? ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, ഖുർആൻ അർത്ഥം ആലോചിച്ചോതാനാ പറഞ്ഞത്. ഡോക്ടറുടെ സമീപത്ത് ചെന്നിട്ട് ക്യാൻസറിന്റെ അസുഖമുള്ള ഒരാൾ മരുന്നുമായി വീട്ടിലേക്ക് വന്നിട്ട് ആ മരുന്ന് നോക്കിയാൽ അയാളുടെ രോഗത്തിന് ശിഫ ലഭിക്കുമോ? ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് വന്നു, മരുന്ന് ഇങ്ങനെ നോക്കി നിന്ന രോഗത്തിന് ശിഫ കിട്ടുമോ? കിട്ടൂല. ഇനി പോട്ടെ, ഡോക്ടർ തരുന്ന മരുന്ന് ഓരോന്നിരുന്നെടുത്ത് വായിച്ചതിന്റെ ലിസ്റ്റും വായിച്ച് അത് കുടിക്കാതെ റൂമിൽ വെച്ചാൽ ഏതായാലും ശിഫ കിട്ടൂല, അല്ലെ? ഇനി കുടിച്ച് എങ്ങനെ പറഞ്ഞതുപോലെയല്ല കുടിച്ച്. രാവിലെ കുടിക്കേണ്ടത് വൈകുന്നേരം കുടിച്ചു, വൈകുന്നേരം കുടിക്കേണ്ടത് രാവിലെ കുടിച്ചു. ശിഫ കിട്ടുമോ? കിട്ടൂല. എന്ന ഖുർആൻ ഓതേണ്ടത് അർത്ഥമാലോചിച്ചിട്ടാണ്. അങ്ങനെ ഓതുമ്പോഴേ അതിന്റെ യഥാർത്ഥ ഫലം നുകരാൻ നമ്മൾക്ക് പറ്റുള്ളൂ. കൂലിയൊക്കെ കിട്ടും, കൂലി കിട്ടൂല എന്ന് ഞാൻ പറയില്ല. ഖുർആൻ അർത്ഥമറിയാതെ ഒരാൾ ഓതാണ്, അവർക്ക് കൂലി കിട്ടൂല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനൊരു ഹദീസ് കാണുന്നുണ്ട്, എത്രയെത്ര ഖുർആൻ ഓത്തുകാരാണ് ഖുർആൻ ഓതിക്കഴിഞ്ഞ് മുസ്ഹഫ് പൂട്ടി വെക്കുന്നതിന് മുമ്പേ ആ ഖുർആൻ അവരെ ശപിക്കുന്നുണ്ട്, അവരെ ശപിക്കുന്നുണ്ട്. ആരെക്കുറിച്ചായി പറഞ്ഞത്? എത്ര ഖുർആൻ ഓതുകാരാണ്. പക്ഷേ മുസ്ഹഫ് ഓതി ഖുർആൻ ഓതി പൂട്ടി വെച്ച് എണീറ്റ് പോകുമ്പോ ആ ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ അനുവദിക്കൂല. ഖുർആൻ തടഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കൂല. അവരെ ഞാൻ നരകത്തിൽ തന്നെ ഇട്ടേച്ചു ഞാൻ പോകുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സമുദായത്തിന് വേണ്ടിയാണ് ഓരോ സമയങ്ങളും നീക്കിവെച്ചത്. ഇനി ഒന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം, നബി തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ കുറിച്ച് പറയുന്ന രംഗം ഖുർആനിൽ ഓതുന്നുണ്ട്. എന്താണ് ആയത്ത്? റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. മഹാനായ ഇബ്രാഹിം നബി തന്റെ സമുദായത്തോട് കാണിച്ച താല്പര്യം ആ ഒരു ആയത്ത് ഓതിയപ്പോഴാണ് ഫബകാ, അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങിയത്. ഇബ്രാഹിം നബി തന്റെ സമുദായത്തെ കുറിച്ച് പറയുന്ന രംഗം ഖുർആനിൽ ഓതിയിട്ട് നബി തങ്ങൾ കരയാൻ തുടങ്ങി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായവുമായി ബന്ധം വ്യക്തമാക്കുന്ന ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്താണ് ഇബ്രാഹിം നബി തന്റെ സമുദായവുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന ആയത്ത് ഏത്? റബ്ബി ഇന്നഹുന്ന അളലന കസീറാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും വഴിപിഴച്ചു പോയല്ലോ അല്ലാഹ്. ഇബ്രാഹിം നബി പറയാൻ, എന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും വഴിപിഴച്ചു പോയല്ലോ അല്ലാഹ്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ആരാണോ എന്നെ പിൻപറ്റുന്നത് അവന്റെ കൂടെ ഞാനുണ്ട്. നബി തങ്ങൾ അങ്ങനല്ല പറഞ്ഞത്, എന്നെ പിൻപറ്റിയ ആള് കൂടെ മാത്രമല്ല ഞാനുണ്ടെന്നല്ല നബി തങ്ങൾ പറഞ്ഞു. എന്നെ പിൻപറ്റിയാലും പിൻപറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞത് അങ്ങനെയല്ല. ഫമാ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ പിൻപറ്റുന്ന ആളുകൾ അവരുടെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക.
എന്നാൽ വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, എന്നോട് ധിക്കാരം കാണിച്ച ആളുകളെ ഞാൻ നിനക്ക് വിട്ടുതരികയാണ്. അല്ലാഹ് നിന്റെ ചോയ്സാണ്. നിനക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം, വേണമെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാം. ഇബ്രാഹിം നബി ഇങ്ങനെയാണ് സമുദായത്തെ കുറിച്ച് ഖുർആനിൽ അവതരിപ്പിക്കുന്ന രംഗം. ഇനി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ രംഗമെന്ത്? അല്ലാഹുവേ, എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ അവര് നിന്റെ അടിമകളാണ്, ഞാൻ എതിർക്കൂല. ഈസാ നബി ഇങ്ങനെയാണ് തന്റെ സമുദായത്തോട് ഈസാ നബി അഭിമുഖീകരിക്കുന്ന രംഗം ഇതാണ്. എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ ഞാൻ ആ വിഷയത്തിൽ ഇടപെടൂല, കാരണം അവര് നിന്റെ അടിമകളാണ്. ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതും നിന്റെ ഇഷ്ടമാണ്. ഈ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് നബി തങ്ങൾ കരയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് മുത്തു റസൂലിന്റെ സമീപത്തേക്ക് പറഞ്ഞു, ജിബ്രീലേ, ഹബീബിനോട് ചോദിക്ക്, മുഹമ്മദിനോട് ചോദിക്ക്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്ക് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ, ജിബ്രീലിനോട് പറഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. താങ്കൾ എന്തിനാണ് കരഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നത്, എനിക്ക് എന്റെ ഉമ്മത്തിനെ ഓർത്ത് ഞാൻ കരയാണ്. ഞാനിങ്ങനെ പറയില്ല, എന്നെ പിൻപറ്റിയ ആളുകളെ മാത്രം നീ രക്ഷപ്പെടുത്തിയാൽ പോരാ, അല്ലാഹുവേ എന്റെ സമുദായത്തെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിന് വേണ്ടി കരഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ചോദിച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നത്. അല്ലാഹു ചോദിച്ചു, ജിബ്രീൽ, തങ്ങളുടെ പ്രശ്നം എന്താണ്? ബീവിന്റെ പ്രശ്നം എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഉമ്മത്തിന്റെ കാര്യമോർത്തിട്ട് കരയാണ് നബി തങ്ങൾ, സമുദായത്തിന്റെ കാര്യമോർത്തിട്ട് കരയാൻ. അപ്പോഴാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞേക്കുന്നത്, മുഹമ്മദിനോട് പറഞ്ഞേക്കണം, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക, നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താം. സമുദായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങളുടെ ഉമ്മത്തിനോർത്തിട്ട് നിങ്ങൾ കരയണ്ട. ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക, നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് ഞാൻ തരാമെന്ന് ഹബീബിനോട് പറയണം, മുത്തുനബിയോട് പറയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണമെന്ന് അല്ലാഹു പറഞ്ഞേക്കുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് സമാധാനമായത്. ഇനി നമ്മൾ ആലോചിക്കുക, ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്? നമ്മുടെ സമ്പാദ്യം ആർക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്? ആലോചിക്കേണ്ട വിഷയമല്ലേ? ഇത്രത്തോളം സംഭവം. ഇതും വളരെ ലളിതമായ ചില വിഷയങ്ങളാണ്. ഉമ്മത്തിന് വേണ്ടി നബിത്തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എണ്ണിയാൽ തീരൂല. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് ആ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കേണ്ട സമയമാണ്. ഒരു 100 സ്വലാത്തെങ്കിലും ഹബീബിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ആയത്തിറങ്ങിയപ്പോഴാണ് നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് വീട്ടിലേക്ക് പോലും കയറാതെ കരഞ്ഞ് 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 തന്റെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ കൊണ്ടുപോയി തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് ഒച്ചത്തിൽ കരയുന്നത് ഒരു ആയത്തിറങ്ങിയപ്പോ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തിയാണ്. എന്ത് ആയത്തെന്നറിയോ?
ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർച്ചയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിബിതങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ ശബ്ദം ഹബീബിനേക്കാൾ ഉയർന്നതായി നിങ്ങളുടെ ശബ്ദം വരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. ഉംറക്ക് പോകുന്ന ആളുകൾക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന റൗളയിൽ ഹബീബിനോട് സലാം പറയാൻ പോവേണ്ടത് വളരെ ഓച്ചാനിച്ച് ശബ്ദമില്ലാതെ അച്ചടക്കത്തിൽ പോവേണ്ടതിന് പകരം സെൽഫി സ്റ്റിക്കുമായി തന്റെ നാട്ടിലുള്ള കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് വീഡിയോ കോൺഫറൻസ് നടത്താൻ എന്ത് തലയിൽ തട്ടമിടാതെ നെറ്റിയിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് ഹബീബിന്റെ റൗളയിൽ ഇരുന്നിട്ട് സെൽഫി സ്റ്റിക്കിലൂടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന കാലം, ഇത് സത്യത്തിൽ സ്നേഹമാണോ കാപട്യമാണോ? ഞാൻ കണ്ടു എന്റെ മുന്നിൽ ഏതൊരു നാട്ടുകാരൻ, കേരളക്കാരൊന്നുമല്ല, ഏതൊരു നാട്ടുകാരൻ ഈ പിന്നിൽ ഈ മൊബൈലും പിടിച്ച് നടക്കുന്നത് ബാക്കിലുള്ള ആളുകളൊക്കെ കാണാൻ. എന്തായി കാണുന്നത്? അവിടെ തല പോലും മറക്കാതെ തട്ടമിടാതെ കിടന്നുറങ്ങുന്ന പെണ്ണ്, ഇതൊക്കെ കാണാൻ ഹബീബിന്റെ റൗളയിൽ. ഇത് ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ പോകുമ്പോ ആ ഹബീബിന്റെ റൗളയിലൂടെ നടന്നു പോകുമ്പോൾ കയ്യിൽ എങ്ങനെയാണ് ചെരുപ്പ് പിടിക്കുക? ചെരുപ്പ് പിടിച്ചിട്ട് പോവാറില്ല വഴിയിലൂടെ. ആ റൗളയുടെ സമീപത്തെത്തുമ്പോൾ നമ്മുടെ മുട്ട് വിറച്ചു പോവാറുണ്ട്. ആരാണ് അവിടെ കിടക്കുന്നത്? ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രയാസങ്ങൾ മുഴുവനും സഹിച്ച് സമുദായത്തിന് വേണ്ടി കരഞ്ഞ് നാളെ മഹ്ശറയിൽ പോലും സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ റൗളയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് കയ്യിൽ ചെരുപ്പ് പിടിച്ച് നമ്മൾക്ക് പോവാൻ പറ്റുക? അദബുകേടല്ലേ അത്? വൃത്തക്കേടല്ലേ അത്? എങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും തിരക്കുമുണ്ടാക്കുന്നത്? എങ്ങനെയാണ് അവിടെ സെൽഫി എടുക്കുന്നത്, സെൽഫി വീഡിയോ കോൺഫറൻസ് നടത്തുന്നത്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ തന്റെ ശബ്ദം അല്പം ഉച്ചത്തിലുള്ള ശബ്ദമായതിന്റെ പേരിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് പള്ളിയിലേക്ക് പോവാതെ, ഹബീബിന്റെ മുന്നിൽ പെടാതെ തന്റെ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ച് കരയാൻ തുടങ്ങിയത്. നബിതങ്ങൾക്ക് കാണുന്നില്ല സാബിത്തിനെ. അപ്പൊ ചോദിച്ചു, എവിടെ സാബിത്ത്? എവിടെ കാണുന്നില്ലല്ലോ. തങ്ങളെ വിളിച്ചോളെ, സാബിത്ത് അവിടെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പോകുമ്പോ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന ഒരു തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് വളരെ ഉച്ചത്തിൽ കരയാണ്, അല്ലാഹ് എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ അല്ലാഹ്. സാബിത്ത് ചോദിച്ചു, അബൂ അംർ ചോദിച്ചു, അല്ല സാബിത്ത് എന്ത് പറ്റി? പള്ളിയിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ അന്വേഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞയച്ചതാണ്. അപ്പോഴാണ് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത്? എന്താണ് ആയത്ത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. നബി തങ്ങളെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്റെ ശബ്ദം ഹബീബിനെക്കാളും ഉയർന്ന ശബ്ദമാണല്ലോ. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഹബീബിന്റെ മുന്നിലേക്കില്ല, എന്റെ കഴിഞ്ഞു പോയ അമലുകൾ മുറിഞ്ഞു പോകുമല്ലോ. അനഫിന്നാർ, ഞാൻ നരകത്തിലേക്കാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. എന്റെ അമലൊക്കെ പൊളിഞ്ഞു, എന്നെ കുറിച്ചിറക്കിയ ആയത്താണോ എന്ന് എനിക്ക് പേടി തോന്നാണ്. ഞാൻ ഇനി ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്, എന്റെ അമലൊക്കെ പൊളിഞ്ഞു പോയോ എന്ന് പറഞ്ഞിട്ട് കരയാണ് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് നബി തങ്ങൾ അബൂ അംർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ട് പറയുന്നത്, സാബിത്തേ, നിങ്ങൾ നരകത്തിലില്ല, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ്.
ഇത്രത്തോളം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യവും സ്നേഹവും ജീവിതവും സമർപ്പിച്ച ഒരു സമുദായം കഴിഞ്ഞ് അവരെക്കാളും പ്രാധാന്യം നമ്മൾക്ക് നൽകിയ നബി തങ്ങൾക്ക് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തത്? അതാണ് ഇവിടെ ചർച്ച. ഒരു 100 സ്വലാത്ത് ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു 100 സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, വല്ലാത്ത പേടിയുണ്ട് എൻ്റെ ശബ്ദത്തിന്റെ കാര്യത്തിൽ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും സിറാത്ത് പാലം കടക്കാതെ രക്ഷപ്പെടൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എല്ലാവരും സിറാത്ത് പാലം കടക്കണം. സിറാത്ത് പാലം കടക്കാതെ ഒരു കുഞ്ഞുമോന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ? ജിസ്റുൻ മൽറൂബ്, ഒരു പാലമാണ്. ആ പാലം മുടിയേക്കാളും നേരിയത്, വാളിനേക്കാളും മൂർച്ചയുള്ളത്. എന്നാ പിന്നെ സർക്കസിൽ പോകുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുമായിരിക്കും അല്ലെ? സർക്കസിലൊക്കെ കാണുന്നുണ്ടല്ലേ, നല്ല റോപ്പിൽ സഞ്ചരിക്കുന്ന ആൾ എത്ര കൂളായിട്ടാണ് ഒരു 10-100 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് യാതൊരു കൂസലില്ലാതെ അല്ലെ റോപ്പിലൂടെ നടന്നു പോകുന്നത്. അവർക്കൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? നോ ചാൻസ്. അവിടെ രക്ഷപ്പെടുന്നത് ആർക്കാണ് ഹബീബുമായി ബന്ധമുള്ളത് അവര് മാത്രമായിരിക്കും രക്ഷപ്പെടുക. നബിത്തങ്ങൾ പാലത്തിന്റെ അപ്പുറത്ത് കിടന്നിട്ട് അവിടെ നിന്ന് നബിത്തങ്ങളുടെ സമുദായം പാലത്തിലേക്ക് കിടക്കുമ്പോൾ ചെയ്യുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹ്. ആ പാലത്തിലൂടെ കടന്നു വരുന്നത് എന്റെ സമുദായമാണല്ലാ, അവരെ നീ രക്ഷപ്പെടുത്തേണമേ അല്ലാ. എന്റെ സമുദായമാണ് ആ പാലത്തിൽ കിടക്കുന്നത്, രക്ഷപ്പെടുത്തേണമേ അല്ലാ എന്ന് നബി തങ്ങളുടെ സമുദായത്തിലെ ഓരോ ആളുകളും കടന്നു പോകുമ്പോ പാലത്തിന്റെ മറുതലക്കൽ നിന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി. ഇനി ഇവരൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്തു തന്നു? നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തു എന്നല്ലാതെ, നമ്മുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി വലിയ കോടീശ്വരന്മാരായി വലിയ വലിയ റോയൽ വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ചു എന്നല്ലാതെ നമ്മുടെ സമുദായത്തിന് എന്ത് ചെയ്തു തന്നു എന്ന് അല്പം പോലും തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലയിൽ തലച്ചോറ് അല്പമെങ്കിലും ബാക്കിയുള്ള ചെറുപ്പക്കാർ ആലോചിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വാഗ്വാദങ്ങളും തർക്കങ്ങളും സംവാദങ്ങളും നിർത്തി ഒന്ന് മാന്യമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ, ഈ സ്വഹാബാക്കൾ നബി തങ്ങൾക്ക് സമർപ്പിച്ചത് ഇങ്ങനെയാണ് ജീവിതം. നബി തങ്ങൾ ഒരിക്കൽ വളരെ സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, മുഖത്ത് വല്ലാതെ പ്രസന്നതയുണ്ടല്ലോ, വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്തു പറ്റി? ഇത് നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമാലീ ലാ തത്വീബു നഫ്സി, എന്റെ ശരീരം എങ്ങനെയാണ് സന്തോഷം ലഭിക്കാതിരിക്കുന്നത്? നിങ്ങൾ ഇനി ആർക്കും ഇങ്ങനത്തെ ബോക്സ് കൊടുക്കരുത് കേട്ടോ. മോണിറ്റർ എന്ന് വെച്ചാൽ മോണിറ്റർ തന്നെ കൊടുക്കണം, അതിലേ ക്ലാരിറ്റി കിട്ടുള്ളൂ. എങ്ങനെയാണ് എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കാതിരിക്കുന്നത്? എന്റെ സമീപത്ത് നിന്ന് ജിബ്രീൽ ഇപ്പോൾ പോയിട്ടേയുള്ളൂ. ജിബ്രീൽ ഇവിടെ നിന്ന് പോയിട്ടേയുള്ളൂ. എന്റെ അടുത്ത് നിന്ന് ജിബ്രീൽ വിട പറഞ്ഞിട്ടേയുള്ളൂ. ജിബ്രീൽ ഇവിടെയായിരുന്നു. എന്നോട് പറഞ്ഞു, മൻ സല്ലാ അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ വാഹിദ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങക്ക് വേണ്ടി താങ്കളുടെ സമുദായത്തിലെ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടി അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷിക്കാതിരിക്കുമോ? കാരണം എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറാണല്ലോ ഇത്. അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചൊല്ലിയാൽ അവരുടെ 10 പാപം, 10 തിന്മകൾ, 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ. എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറല്ലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ
നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ഞാൻ സ്വർഗീയ ലോകത്ത് 10ഓളം സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മലക്ക് പറഞ്ഞു. വിട പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ, ഞാൻ അങ്ങനെ സന്തോഷിക്കാതിരിക്കും. അതും എന്റെ സമുദായത്തിന് വേണ്ടിയല്ലേ. അതുമാത്രമല്ല, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. കേൾക്കണം സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, അവസാനമായി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാൻ. നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അന്ന് നിങ്ങൾ ചെയ്ത 1000 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. 100 സ്വലാത്ത് ചൊല്ലിയാൽ മതി. സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഉസ്താദ് ഞങ്ങൾ 1000 തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ എത്ര 100 തെറ്റാണോ ചെയ്തത്, അത് മായ്ച്ച് ബാക്കി 900 ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുക, അത് വേറെ വിഷയമാണ്. നിങ്ങൾ അങ്ങനെ പറയാൻ, ഞാൻ 100 തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്തുണ്ടാവും? ആ 100 ഇവിടുന്ന് ഡിലീറ്റ് ആകും, ബാക്കിയുള്ള 900 ഇവിടേക്ക് വരും, വീണ്ടും നമ്മുടെ സ്ഥാനത്ത് എത്തിക്കാം. ചെല്ലിക്കൂടെ നിമിത്തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചെല്ലാൻ 10 മിനിറ്റ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം വരെ പകലിൽ ഒരു 100 സ്വലാത്ത്, മഗ്രിബ് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് ഒരു 100 സ്വലാത്ത്, രാവിലെ 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ് നിമിത്തങ്ങൾക്ക് വേണ്ടി. അള്ളാഹു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. സുബഹി മുതൽ വൈകുന്നേരം വരെ ദുആ ചെയ്യാൻ ഒരു സ്വലാത്തിന് ഒരു മലക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോൻ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ 1000 മലക്കുകളോ? അങ്ങനെ ലോകത്തുള്ള ആളുകൾക്ക് എത്ര മലക്കുണ്ടാകും? ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. അള്ളാഹുവിന്റെ പട്ടാളത്തെ നമ്മൾക്ക് കണക്കാക്കാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ സൈന്യമാണ്. അള്ളാഹുവിന്റെ സൈന്യത്തെ കണക്കാക്കാൻ നമ്മൾക്ക് പറ്റൂല. അത് ഒരുപാടാണ്. ഓരോ ചെടികൾക്ക് കീഴിലും ഒരു മലക്കുണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ചെടി, അവിടെ കാണുന്ന പുൽമേടുകൾ, അതിലുള്ള ഓരോ ഇലകൾക്കും താഴെ ഒരു മലക്കുണ്ട് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന മലക്കുകൾ ഓരോ പുൽച്ചെടികൾക്കും. അപ്പൊ അള്ളാഹുവിന്റെ പട്ടാളത്തെ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കേണ്ട. ഇത് പിണറായിയുടെ പോലീസല്ല, പ്രധാനമന്ത്രിയുടെ പട്ടാളമല്ല, അള്ളാഹുവിന്റെ പട്ടാളം. അവര് ഒരു സ്വലാത്തിന് ഒരു മലക്കെന്ന രീതിയിൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനൊരു സംഭവം കൂടി പറയാണ്, അത് ഞാൻ നിർത്തും. തങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ബാക്കി ബഷീർ സമയം 11 മണിക്ക് നമ്മൾ നിർത്തുന്ന സമയമാണ്. ഇന്ന് തുടങ്ങിയത് തന്നെ 11 മണിക്കാണ്. കുഴപ്പമില്ല, സാംസ്കാരിക സമ്മേളനമൊക്കെ ഉള്ളത് കൊണ്ട് വൈകി, അത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത് വളരെ വിഷമത്തോടെയാണ്. വീട്ടിലിങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് എന്ത് പറ്റി നബിയേ? അറാക ഹസീന, അങ്ങയെ ദുഃഖിതനായി, വല്ലാത്ത വേദനയോടെ, ടെൻഷനോടെ കാണുന്നുണ്ടല്ലോ, ദുഃഖിതനായി കാണുന്നുണ്ടല്ലോ. അങ്ങേക്ക് എന്തു പറ്റി നബിയേ? എന്തു പറ്റി അങ്ങേക്ക്? ഞാൻ താങ്കളെ വല്ലാതെ ദുഃഖിതനായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ, ഇന്ന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാനൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൊതിക്കുകയാണ്. ആ കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തു പോയി. പക്ഷെ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ഇത് വേണ്ടായിരുന്നു. എന്തു പറ്റി നബിയെ? ഏതാണ് ആ പ്രവൃത്തി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് കഅബയുടെ താക്കോല് വാങ്ങിച്ച് ഫത്ഹ് മക്ക നടന്ന ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മക്കയുടെ വിജയം ആസ്വദിക്കുന്ന സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, അല്ലാഹുവിന്റെ ഹബീബേ, എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സമയം ചെലവഴിക്കുമ്പോ എന്തേ നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? നബി തങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്, ആ പരിശുദ്ധമായ കഅബയുടെ താക്കോൽ ഞാൻ ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട്
അകത്തേക്ക് കടന്നിട്ട് 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. കഅബയുടെ അകത്ത് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പക്ഷെ അല്ലാഹു എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. തെറ്റൊന്നുമില്ല. അല്ലാഹു എന്നോട് കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ കഅബയുടെ അകത്ത് നിസ്കരിച്ചു പോയി ആയിഷ. അതിലെന്താണ് നബിയെ ദുഃഖിക്കാനുള്ളത്? അതിലെന്താണ് നബിയെ ഇത്ര വിഷമിക്കാനുള്ളത്? അത് സന്തോഷമുള്ള കാര്യമല്ലേ? അത് പുണ്യമുള്ള കാര്യമല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹ് നമ്മുടെ സമുദായം ഉമ്മത്തെ എത്രത്തോളം നമ്മൾക്ക് പരിഗണന നൽകി എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എത്രത്തോളം സമുദായത്തെ പരിഗണിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. എന്റെ കാലശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ കഅബ കാണുമ്പോ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ അതിന് ഉന്തും തള്ളുമായി ഹജറുൽ അസ്വദ് ചുംബിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആലോചിക്കുന്നത്, എന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എനിക്കുമൊന്ന് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കണമല്ലോ. പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നിസ്കരിച്ചത് കാരണം ശേഷം വരുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ. പക്ഷെ അവർക്കാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അവർക്കൊരു വിഷമം വരും. പഠിച്ചു നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് വിഷമം വരും. ആ വിഷമം ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ദുഃഖിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ ഉമ്മത്തിന്റെ വിഷമം ഉണ്ടായത്. യാ അല്ലാഹ്, ഉമ്മത്തിന്റെ വിഷമം നബി തങ്ങൾ കണ്ടറിഞ്ഞിട്ട് വിഷമിച്ച് കരയാണ്. ഞാനങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ സമുദായത്തിന് ശേഷം ദുഃഖം വരുന്നത്. അവരുടെ ദുഃഖമോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്കത് വേണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു